ജ്ഞാനിനോ മനുഷ്യ സത്യം കിന്നു തേ നഹി കേവലം യദോ ഹി ജ്ഞാനിന സർവേ പശു പക്ഷി മൃഗാദയ. ദൈവം മനുഷ്യന്റെ ഉള്ളിലാണ്. ദേവി മഹാത്മ്യത്തിലൂടെ, ദേവിയുടെ പരമമായ അറിവിൻ്റെ ഓളങ്ങളിലൂടെ, ദേവി ചിന്തയിലൂടെ, ദേവിയാണ് സത്യം എന്ന അറിവിലൂടെ മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും മഹാമായയുടെ കളിയാണ് അതിൻ്റെ പിന്നിലെന്നും, ജ്ഞാനമുണ്ടായാലും മോഹം വരാമെന്നും, ദൈവകൃപയാൽ ദേവീകൃപയാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്നുമുള്ള അറിവിലൂടെ ഉള്ള യാത്ര, ദേവി മഹാത്മ്യത്തിലൂടെയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അതിൽ 37-ാമത്തെ ശ്ലോകം രശ്മി, എൻ്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്നും ചൊല്ലുകയാണ്. പശു പക്ഷി മൃഗാദയാഹ, പക്ഷികൾ മൃഗങ്ങൾ മുതലായവയാണ്. ഗൗരവമുള്ള ജീവിത സത്യം പറയുകയാണ് ഇവിടെ. ഈ ഭാഗം വളരെ കൃത്യമായിട്ട് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ജിജ്ഞാസു എന്ന് പറയുന്ന, ജ്ഞാനി എന്ന് പറയുന്ന മനുഷ്യർ സത്യം സത്യം മാത്രമായിട്ട്, ശരി മാത്രമായിട്ട്, കിംനു എന്താണ്, ജ്ഞാനിനഹ അറിവുള്ളവരെ, മനുഷ്യർ സത്യം ശരി, കിംനു എന്താണ്, എന്തുകൊണ്ട് മാത്രം, നെഹി കേവലം മാത്രമല്ല എന്നാണ് പറയുന്നത്. യതഹ അതിന് കാരണം, സർവേ എല്ലാം, പശു പക്ഷി മൃഗാദയാഹ മൃഗങ്ങൾ പക്ഷികൾ മുതലായവയാണ്. എന്നിവ മനുഷ്യരാണ് ജ്ഞാനികൾ എന്നുള്ള നമ്മുടെ ധാരണ, അത് തെറ്റാണ്. പക്ഷികളും മൃഗങ്ങളും കൂടി അറിവുള്ളവരാണ്. പക്ഷികളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മനുഷ്യന് അറിവുണ്ട്, പക്ഷികൾക്ക് അറിവില്ല എന്നൊക്കെയുള്ള ധാരണ, മൃഗങ്ങൾക്ക് അറിവില്ല എന്നുള്ള ധാരണ തെറ്റാണ്. എല്ലാവരും ഒരേ രീതിയിൽ ജ്ഞാനമുണ്ട്. പക്ഷേ ആഴത്തിലുള്ള ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ മാത്രം ബുദ്ധിയുള്ളവരാണ് എന്ന തെറ്റിദ്ധാരണ മാറ്റണം. എന്താണ് സത്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സത്യം എന്താണ്? പക്ഷികൾക്ക് അറിവുണ്ട്, അത് കൂട് നിർമ്മിക്കാനുള്ള, തേനീച്ചകൾക്ക് തേൻ ശേഖരിക്കാനുള്ള, നായയ്ക്ക് വിശ്വാസവും സ്നേഹവും കാണിക്കുവാനുള്ള, ആനയ്ക്ക് ഓർമ്മശക്തിയുടെ രൂപത്തിൽ, ഇതൊക്കെ വ്യത്യസ്തമായ ജ്ഞാനമാണ്. ജ്ഞാനം എന്താണ്, എന്തിനാണ് എന്നത് ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്. പുസ്തക വായനയിലൂടെ അറിവ് മാത്രമല്ല അറിവ്, ജീവിതം നയിക്കാനുള്ള കഴിവാണ് അറിവ്. സ്കിൽ എന്ന് പറയുന്നത്, നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രത്യേകത ഇപ്പോൾ വിവേകം, വിവേചനം ഉള്ള, ഡിസ്ക്രിമിനേഷനുള്ള, വിവേകപരമായി ആലോചിക്കാനുള്ള, ധാർമ്മിക ബോധമുള്ള, ആത്മചിന്തയുള്ള ഒരു ജീവിയായിട്ട് മനുഷ്യന് മാറാൻ സാധിക്കും. മൃഗങ്ങൾക്ക് അതില്ല. സ്വാഭാവികമായ ജ്ഞാനം, ഇൻസ്റ്റിങ്ക്റ്റ് നോളജ് എന്നാണ് പറയുക, സ്വാഭാവികമായിട്ടുള്ള ജ്ഞാനമാണ്. മനുഷ്യന് ബോധപൂർവമായിട്ടുള്ള ജ്ഞാനമാണ്. അതിന് കോൺഷ്യസ് വിസ്ഡം എന്നാണ് പറയുക. മറ്റേത് ഇൻസ്റ്റിങ്ക്റ്റ് നോളജാണ്, ഇത് കോൺഷ്യസ് വിസ്ഡമാണ്. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ അഹങ്കാരത്തിന് നമുക്ക് യാതൊരു കാരണവുമില്ല, അതിനാവശ്യമില്ല. ഞാൻ ജ്ഞാനിയാണ് എന്നുള്ള അറിവ് തെറ്റാണ്.
ജീവിത മൂല്യങ്ങൾ മാത്രം പഠിക്കുന്നവൻ ജ്ഞാനിയല്ല. ദാർശനികമായ ധാർമ്മികമായ അറിവുണ്ടാവുമ്പോഴാണ് ജ്ഞാനിയാവുന്നത്. അല്ലെങ്കിൽ മൃഗതുല്യമായിട്ടുള്ള ജീവിക്കാനുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അത് പ്രകൃതിയിലുള്ള ഓരോ ജീവികൾക്കുമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ നിലയിലേക്ക് ഉയരുമ്പോൾ ധാർമ്മികമായ സാത്വികമായ അത്തരം ചിന്തകളിലൂടെ ജ്ഞാനം നേടി ആ അറിവ് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ദൈവ ചൈതന്യം മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആ ഒരവസ്ഥയിലേക്ക്, സർവം ബ്രഹ്മമാണ് എന്നുള്ള അറിവിലേക്ക് നമ്മൾ ഉയരാൻ സാധിച്ചാൽ മാത്രമേ മനുഷ്യന് മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇത് മനോഹരമായ ഒരു ഉദാഹരണം. പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കേണ്ട, മീനിനെ നീന്താൻ പഠിപ്പിക്കേണ്ട, അത് സ്വാഭാവികമായിട്ടുള്ള അറിവാണ്. മനുഷ്യന് തിരിച്ചറിയാനുള്ള, സത്യം കണ്ടുപിടിക്കാനുള്ള അറിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതില്ലാതെ പോയാൽ മൃഗത്തെക്കാളും താണ ഒരു ജീവിയായിട്ട് മനുഷ്യൻ മാറിപ്പോകും. അതുകൊണ്ട് മനുഷ്യന്റെ ജ്ഞാനം എല്ലാ ജീവികൾക്കുമുള്ള ജ്ഞാനം പോലെ ലൗകിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതായി മാറരുത്. ആധ്യാത്മികമായ മനുഷ്യന്റെ മഹത്വം, വിവേക വിവേചന ബുദ്ധി കണ്ടുപിടിക്കാൻ, അഹങ്കാരം ഒഴിവാക്കി പ്രകൃതിയെ മനസ്സിലാക്കി മാനിച്ചുകൊണ്ട്, ജ്ഞാനം ഏകസ്വത്വമല്ല എന്നറിവോടുകൂടി പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കുമുള്ള അറിവാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാവർത്തികമാക്കുവാനുള്ള ഒരു കടമ മനുഷ്യനുണ്ട് എന്നുള്ള അറിവ് കൂടി നേടുമ്പോൾ ദൈവത്തെ പുറത്ത് മാത്രം അന്വേഷിക്കുന്നതിന് പകരം ഉള്ളിലേക്കെത്തി ദാർശനികമായ തത്വമസി എന്നുള്ള ഒരു അറിവിലേക്ക്, ജ്ഞാനിനോ മനുഷ്യാഹ സത്യം കിം നുതേ നഹി കേവലം യതോ ഹി ജ്ഞാനിനഃ സർവേ പശു പക്ഷി മൃഗാദയാഹ. എന്ത് രസകരമായിട്ടാണ് രശ്മി അത് ചൊല്ലുന്നത്. ഒന്നുകൂടി കേൾക്കാം. ജ്ഞാനിനോ മനുഷ്യ സത്യം കിം നുതേ നഹി കേവലം യതോ ഹി ജ്ഞാനിന സർവേ പശു പക്ഷി മൃഗാ